ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ജലാലുദ്ദീൻ മുഹമ്മദ് റുമി എഴുതിയ ദ ഗസ്റ്റ് ഹൗസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം ജലാലുദ്ദീൻ മുഹമ്മദ് റുമി അദ്ദേഹം ഒരു 13th സെഞ്ച്വറി പോവറ്റാണ്, അതുപോലെ മുസ്ലിം സ്കോളർ ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പോത്തിലോട്ട് കടക്കാം. ദ ഗസ്റ്റ് ഹൗസ് ബൈ ജലാലുദ്ദീൻ റുമി. This being human is a guest house, every morning a new arrival. അപ്പം എക്സ്പ്ലനേഷന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഗസ്റ്റ് ഹൗസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹ്യൂമൻ മൈൻഡും അതുപോലെ ഹ്യൂമൻ ബോഡിയുമാണ്. അതുപോലെ ഗസ്റ്റിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെയാണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ദിസ് ബീങ് ഹ്യൂമൻ ഈസ് എ ഗസ്റ്റ് ഹൗസ്, എവരി മോർണിംഗ് എ ന്യൂ അറൈവൽ. അപ്പം ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്. എന്നുവെച്ചാൽ അവിടെ വിവിധ വികാരങ്ങൾ, ചിന്തകൾ, അനുഭവങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു താൽക്കാലിക അതിഥികളായി എത്തിച്ചേർന്നു. അപ്പം അവയെ ചെറുക്കുകയോ അതുപോലെ ഈ ഇമോഷൻസിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അവയെ സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും വേണം. എവരി മോർണിംഗ് എ ന്യൂ അറൈവൽ. ഈ ന്യൂ അറൈവൽ എന്ന് സിംബിളൈസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇമോഷൻസിനെയാണ്. അതായത് ജോയ് ആകാം, സാഡ്നെസ് ആകാം, ആങ്കർ ആകാം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അപ്രതീക്ഷിത സന്ദർശകർ, അത് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റിനെ പോലെ ഓരോ ദിവസവും ഒരു പുതിയ വികാരം, ചിന്ത അല്ലെങ്കിൽ അനുഭവം നമ്മളെ സമീപിക്കാം. അപ്പം അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും വേണം എന്നാണ് നമ്മുടെ പോറ്റ് പറയുന്നത്. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. എ ജോയ്, എ ഡിപ്രഷൻ, എ മീൻനെസ്, സം മൊമെൻ്ററി അവെയർനെസ് കംസ് ആസ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റർ. അപ്പോൾ ആരായി ക്ഷണിക്കാതെ വരുന്ന അതിഥികൾ ആരൊക്കെയാണ്? ജോയ് സന്തോഷമാകാം, ഡിപ്രഷൻ വിഷാദമാകാം, മീൻനെസ് മിസ്രി കഷ്ടപ്പാടുകൾ, ഇല്ലെങ്കിൽ ഹേറ്റ്ഫുൾനെസ്, ഇല്ലെങ്കിൽ വിക്കഡ്നെസ്, അങ്ങനെയുള്ള പലതും ആകാം, ഇമോഷൻസും ആകാം. അപ്പം പീപ്പിൾ ഷുഡ് ബി ഓപ്പൺ ടു ഓൾ എക്സ്പീരിയൻസ് എന്നാണ് പോയിട്ട് പറയുന്നത്. നമ്മൾ ഒരു തുറന്ന മനോഭാവത്തോടെ ഈ ഇമോഷൻസിനെ എല്ലാം നേരിടണം. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് വൺസിനെ എന്തുകൊണ്ടാണ് നേരിടണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദേ ക്യാൻ ലീഡ് അസ് ടു ന്യൂ ഡിലൈറ്റ്. കാരണം ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിക്കുന്നില്ലേ പറയുന്നത്, അതുകൊണ്ട്. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. വെൽക്കം ആൻഡ് എൻ്റർടൈൻ ദം ഓൾ. അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും രസിപ്പിക്കുകയും ചെയ്യണം. ഈ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന ഇമോഷൻസിന്. ഓക്കെ, അപ്പം നമ്മളെ തേടി വരുന്ന എല്ലാ അനുഭവങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും സ്വീകരിക്കുകയും അതുപോലെ അത് ഡിഫിക്കൽട്ട് വൺസ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ സ്വീകരിക്കണം. അപ്പം നമ്മൾ ഈ അതിഥികളെ, നമ്മുടെ വീട്ടിലോട്ട് വരുന്ന അതിഥികളെ നമ്മൾ എങ്ങനെയാണോ സ്വാഗതം ചെയ്യുന്നത്, ബഹുമാനത്തോടെ തുറന്ന മനസ്സോടെ, അതുപോലെ ഈ ഇമോഷൻസ് ഏത് ഇമോഷൻസ് ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ, നമ്മൾ അവയെല്ലാം സ്വാഗതം ചെയ്യണം. ഇതിലൂടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഓൾ ഇമോഷൻസ്. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. Even if they are crowd of sorrows who violently sweep your house empty of its furniture, still treat each guest honorably. അപ്പോൾ ക്രൗഡ് ഓഫ് സോറോസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇമോഷൻസ്, എങ്ങനത്തുള്ള ഇമോഷൻസ്? സാഡ് ആയിട്ടുള്ളത്, ഗ്രിഫ് ആയിട്ടുള്ള, ഡെസ്പയർ ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് ഇവിടെ ഈ ക്രൗഡ് ഓഫ് സോറോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ക്രൗഡ് ഓഫ് സോറോസ്, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല സുഖകരമായ ഒരു അനുഭവങ്ങളെല്ലാം ബലമായി എടുത്തു കളയുമ്പോൾ പോലും അതാണ് പറയുന്നത്, ഹു വൈൽഡ്ലി സ്വീപ്പ് യുവർ ഹൗസ് എംപ്റ്റി ഓഫ് ഇറ്റ്സ് ഫർണിച്ചർ. ബലമായി എടുത്ത് കളയുമ്പോൾ പോലും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ആ ഇമോഷൻസിനെയെല്ലാം വിത്ത് റെസ്പെക്റ്റ്, ബഹുമാനത്തോടെ പെരുമാറുകയും അവരുടെ സാന്നിധ്യം അംഗീകരിക്കുകയും വേണം. നെഗറ്റീവ് ഇമോഷൻസിൻ്റെ സാന്നിധ്യം അംഗീകരിക്കണം. കാരണം ആ ഇമോഷൻസ് പുതിയതും മികച്ചതുമായി എന്തെങ്കിലും തരാൻ ഇടം നൽകുന്നുണ്ടാകാം എന്നതാണ് അടുത്ത ലൈനിൽ കൂടെ പറയുന്നത്. അതായത് ഹി മേ ബി ക്ലിയറിങ് യു ഔട്ട് ഫോർ സം ന്യൂ ഡിലൈറ്റ്. ഹി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ഇമോഷൻസിനെയും എക്സ്പീരിയൻസിനെയാണ്. അതായത് ടെമ്പറലി പ്രസൻറ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ഇമോഷൻസിനെ എക്സ്പീരിയൻസിനെയാണ് ഇവിടെ ഹി എന്നതുകൊണ്ട് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹി മേ ബി ക്ലിയറിങ് യു ഔട്ട്. അപ്പോൾ ക്ലിയറിങ് യു ഔട്ട് മീൻസ് റിമൂവിങ് ഓൾഡ് ആയിട്ടുള്ള തിങ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നു. ഫോർ സം ന്യൂ ഡിലൈറ്റ്. എന്തിനു വേണ്ടി? പോസിറ്റീവും ചേഞ്ചും ഹാപ്പിനെസ്സും തരാൻ വേണ്ടി. അതായത് ബുദ്ധിമുട്ടുള്ളതോ വേദനാജനകമായതോ ആയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പോലും അവ മെച്ചപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ സന്തോഷമോ പോസിറ്റീവായിട്ടുള്ള മറ്റെന്തെങ്കിലുമോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇടം നൽകുന്നുണ്ടാകാം എന്നാണ് കവി സൂചിപ്പിക്കുന്നത്.
അടുത്ത ലൈൻ നമുക്ക് നോക്കാം. ദ ഡാർക്ക് തോട്ട്, ദ ഷെയിം, ദ മാലിസ് മെയ്ഡ് ദം അറ്റ് ദ ഡോർ ലാഫിങ് ആൻഡ് ഇൻവൈറ്റ് ദം ഇൻ. നോക്കിയേ, ദ ഡാർക്ക് തോട്ട്, ദ ഷെയിം, ദ മാലിസ്, ഇതെല്ലാം നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഇതെല്ലാം ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് ചുറ്റും ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനത്തെ മനോഭാവത്തോടെ നേരിടണം? ഒരു ലാഫിങ് മനോഭാവത്തോടെ. ആൻഡ് ഇൻവൈറ്റ് ദം ഇൻ. ഇൻവൈറ്റ് ദം ഇൻ എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ദീസ് ഇമോഷൻ, ഈ ഇമോഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതിനെ ഒന്നും തള്ളിക്കളയാതെ, റാദർ ദൻ പുഷിങ് ദം എവേ വി ഹാവ് ടു അക്സെപ്റ്റ് ദീസ് ഇമോഷൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇമോഷൻസിനെയൊക്കെ ഭയപ്പെടുകയോ അതുപോലെ ചെറുക്കുകയോ ചെയ്യാതെ മറിച്ച് ഒരു ലഘുവായ മനോഭാവത്തോടെ, അത് അകത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത് മീറ്റ് ദം അറ്റ് ദ ഡോർ ലാഫിങ് ആൻഡ് ഇൻവൈറ്റ് ദം ഇൻ. മീറ്റ് ദം അറ്റ് ദ ഡോർ ലാഫിങ്. ഈ ദം എന്ന് ഉദ്ദേശിക്കുന്ന ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ നേരിടുന്ന ലാഫിങ്ങിലൂടെ നേരിടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ ഓൾ പാസിങ് വിസിറ്റേഴ്സ്. അതുകൊണ്ടാണ് മീറ്റ് ദം അറ്റ് ദ ഡോർ ലാഫിങ് എന്ന ലൈനിലൂടെ മനസ്സിലാക്കി തരുന്നത്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂ എവർ കംസ് ബിക്കോസ് ഈച്ച് ഹാസ് ബീൻ സെൻഡ് ആസ് എ ഗൈഡ് ഫ്രം ബിയോണ്ട്. ബിയോണ്ട് എന്ന് പറയുന്നത് ഹയർ പവർ ഇല്ലെങ്കിൽ സ്പിരിച്വൽ റെലം. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും നാം നന്ദിയുള്ളവരായിരിക്കണം. കാരണം അവരെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു പാഠം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ദേ ആർ ഓൾ ഹിയർ ടു ടീച്ച് us സംതിങ്. We have to consider it as gifts from higher power, even if they bring challenges or difficult emotions. അപ്പോൾ ഗസ്റ്റ് ഹൗസ് എന്ന പോയത്തിലൂടെ റുമി എന്ന പോയറ്റ് എന്താ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരോ അനുഭവം, നമ്മുടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം നമ്മളൊരു പാഠം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ അതിഥിയും എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ തങ്ങുന്നില്ല, അവർ സ്റ്റേ ചെയ്യത്തില്ല. ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം അവർ സ്റ്റേ ചെയ്യാറില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും തങ്ങി നിൽക്കത്തില്ല, അതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. അതുപോലെ നമ്മൾ ചലഞ്ചസ് നേരിടുമ്പോൾ ബ്രേവ്ലി ഫേസ് ചെയ്യണം എന്നുമാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു.